ഭഗവാന് ആദ്യമായി ഉപ്പിലിട്ട മാങ്ങെന്നുള്ള ആചാരപരമായ നിത്യദർശനത്തിന് തമ്പുരാൻ എഴുന്നേൽക്കുമ്പോൾ അഭിഷേകത്തിന് നടവഴി അകത്ത് കടക്കുന്ന നമ്പിമാരിഞ്ചാകുമ്പോൾ അഭിഷേകത്തിൽ നിന്നുള്ള ആചാരപരമായ നിത്യദർശനത്തിന് തമ്പുരാൻ എഴുന്നള്ളുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടുത്തെ പൂജാവിധികളും ആചാരങ്ങളും കണിശമായി പിന്തുടർന്നു പോകുന്നു. അതിൽ ഭഗവാന് ആദ്യമായി ഉപ്പിലിട്ട മാങ്ങ നൽകിയ ചിരട്ട ഇന്നും അതേ ചിരട്ട സ്വർണം പൊതിഞ്ഞ് ഭഗവാന് നിവേദ്യമർപ്പിക്കുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഇതോടൊപ്പം മുകളിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോഴുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അനന്തശയനനായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ദിവസം അത് രാവിലെ 1:30 ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള തെക്കേ നമ്പിമഠത്തോട് ചേർന്നിരിക്കുന്ന ഗോശാലയിലെ ഗോക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി പഞ്ചഗവ്യം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗോമൂത്രവും ചാണകവും ശേഖരിച്ചു വെച്ചതിന് ശേഷം കറവ ആരംഭിക്കുന്നു. 2:45 ആകുമ്പോൾ മേലക്കാർ വാദ്യഘോഷങ്ങളോടെ ശംഖുനാദം മുഴക്കി പള്ളി ഉണർത്തും. അനന്തരം കുറുപ്പ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയും ആ മുറിയിലുള്ള കീഴ്ശാന്തി പത്മനാഭസ്വാമിയുടെ നടയിലെ വിളക്കുകളെല്ലാം തെളിയിക്കുകയും ചെയ്യും. ശേഷം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയുടെയും തെക്കേടം നരസിംഹസ്വാമിയുടെയും മുറയിലുള്ള കീഴ്ശാന്തിമാർ കുറുപ്പിന്റെ കയ്യിൽ നിന്നും താക്കോലേറ്റുവാങ്ങി നട തുറന്ന് നിർമാലി ദർശനത്തിനും അഭിഷേകത്തിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞാൽ നിയുക്ത നമ്പിമാരെ മഠത്തിൽ നിന്നും ശീവേലി വിളക്കിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ദാസർ നമ്പിമഠത്തിലെത്തി നമ്പിമാരെയും കൂട്ടി പഞ്ചഗവ്യത്തിനായി ശേഖരിച്ച ഗോമൂത്രവും ചാണകവും എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകും. പടിഞ്ഞാറേ നടവഴി അകത്ത് കടക്കുന്ന നമ്പിമാരിൽ ശംഖുനാദത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പൂജ തുടങ്ങി ഉപചാരങ്ങളെല്ലാം നൽകി അഭിഷേകം ആരംഭിക്കും. നമ്പിമാർ വടക്കേ നടവഴി അകത്ത് കയറി പുറകുവശത്തുകൂടി അപ്രദക്ഷിണമായി തെക്കേ വശത്തുകൂടെ അതാത് നടകളിൽ പ്രവേശിക്കുന്നു. പെരിയ നമ്പി ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ കയറി പഞ്ചഗവ്യം തയ്യാറാക്കുന്നു. ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ് എന്നിവ കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കി ശുദ്ധി ചെയ്ത ശേഷം തിരുനട തുറക്കും. 4:15 ആകുമ്പോൾ അഭിഷേകത്തിനായി ശ്രീകോവിലിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമിയുടെയും ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും അഭിഷേക വിഗ്രഹങ്ങളും ശീവേലി വിഗ്രഹവും സാലഗ്രാമങ്ങളും ശംഖുനാദത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പൂജ തുടങ്ങി ഉപചാരങ്ങളെല്ലാം നൽകി അഭിഷേകം ആരംഭിക്കും. സ്വർണ്ണ ചിരട്ട കൊണ്ട് ആദ്യം പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് ബിംബശുദ്ധി വരുത്തി പഞ്ചാമൃതം അഭിഷേകം ചെയ്യും. ഈ സമയത്ത് നരസിംഹസ്വാമിക്ക് പാൽ, കരിക്ക് എന്നിവ അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞ് പത്മനാഭസ്വാമിക്ക് പാലഭിഷേകം. ഭഗവാന് പാലഭിഷേകം കഴിഞ്ഞ ഉടനെ കൃഷ്ണസ്വാമിക്കും അഗ്രശാല ഗണപതിക്കും ശാസ്താവിനും പാലഭിഷേകം. ഈ സമയത്ത് ഉള്ളിൽ അഭിഷേക വിഗ്രഹങ്ങൾ വൃത്തിയാക്കി അലങ്കരിച്ച് പൂജ നൽകി മലരും പഴവർഗ്ഗങ്ങളും പാലും നിവേദിച്ച് ദീപാരാധന നൽകും. ഭഗവാനു ദീപാരാധന കഴിഞ്ഞ ഉടൻ നരസിംഹസ്വാമിക്കും കൃഷ്ണസ്വാമിക്കും ഗണപതിക്കും ശാസ്താവിനും ദീപാരാധന നൽകും. ദീപാരാധന കഴിഞ്ഞ ഉടനെ വിഗ്രഹങ്ങൾ ഓരോന്നായി ശംഖുനാദത്തിന്റെ അകമ്പടിയോടുകൂടി ശ്രീകോവിലിലെത്തിച്ച് യഥാസ്ഥാനങ്ങളിൽ വെച്ച് അലങ്കരിച്ച് ഉഷപൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. നിവേദ്യത്തിനായി അവൽ, പൊങ്കൽ, വലിയ പാൽപായസം, ശർക്കര പായസം എന്നിവ ഉണ്ടാവും. പിന്നെ രാവിലത്തെ ശീവേലിക്കായി പാനിവിളക്ക് വെച്ച് പാനികൊട്ടി ഉപചാരം ചൊല്ലി ശ്രീ പത്മനാഭസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെയും ശീവേലി വിഗ്രഹങ്ങളും അതാത് കീഴ്ശാന്തിമാർ ശിരസിലേന്തി കൊടിമരം പ്രദക്ഷിണം ചെയ്ത് ശാസ്താവിന്റെ നടയിലൂടെ പടിഞ്ഞാറേ നടയിലെത്തുമ്പോൾ ശ്രീകൃഷ്ണസ്വാമിയും ഇവരോടൊപ്പം ചേർന്ന് നടച്ചുറ്റുവഴി 3 പ്രദക്ഷിണം പൂർത്തിയാക്കി ശ്രീകൃഷ്ണസ്വാമി ആദ്യം അകത്തുകയറും. പിന്നാലെ തന്നെ പത്മനാഭസ്വാമിയും നരസിംഹസ്വാമിയും അകത്തുകയറും. ശീവേലി കഴിഞ്ഞാൽ 6:45 മിത്രാനന്തപുരത്തു നിന്നും പുഷ്പാഞ്ജലി സ്വാമിയാർ ക്ഷേത്രത്തിലെത്തി പൂജ ആരംഭിക്കും. 3 ദേവന്മാർക്കും പുഷ്പാഞ്ജലി നടത്തും. അതോടൊപ്പം തന്നെ നിവേദ്യവും ഉണ്ടാകും. പുഷ്പാഞ്ജലി തുടങ്ങുന്ന നേരത്ത് സമയം 7:30 ഈ നേരത്താണ് കൊട്ടാരത്തിൽ നിന്നുള്ള ആചാരപരമായ നിത്യദർശനത്തിന് തമ്പുരാൻ എഴുന്നള്ളുന്നത്. പത്മനാഭസ്വാമിയുടെ നടയിൽ ദർശനം നടത്തുന്ന സമയത്ത് സ്വാമിയാർ ഉള്ളിൽ പുഷ്പാഞ്ജലി നടത്തും. ഭഗവാന്റെ നടയിൽ നിന്നും നരസിംഹസ്വാമിയുടെ നടയിൽ ദർശനത്തിന് പോകുന്ന സമയം
സ്വാമിയാർ നരസിംഹസ്വാമിയുടെ നടയിലെത്തി പുഷ്പാഞ്ജലി നടത്തി. ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്കും പുഷ്പാഞ്ജലി നടത്തി തമ്പുരാൻ ദർശനം പൂർത്തിയാക്കി തിരിച്ചിറങ്ങുന്നതോടെ സ്വാമികൾ തിരിച്ച് മഠത്തിലേക്ക് മടങ്ങും. അത് കഴിഞ്ഞാൽ 11:15 ഉച്ചപൂജയും നിവേദ്യവും. സ്വർണ്ണത്തലകയിൽ വെള്ളച്ചോറ്, ഉപ്പിലിട്ട മാങ്ങ, ശർക്കര പായസം, നെയ്യപ്പം എന്നിവ നിവേദിച്ച് ദീപാരാധന നൽകി ഉച്ചശീവേലിക്ക് ശേഷം നടയടക്കും. വൈകിട്ട് 5 മണിക്ക് ദാസർ ചെന്ന് നമ്പിമാരെ വിളിച്ചുകൊണ്ടുവന്ന് നട തുറന്നു ദർശനം ആരംഭിക്കും. 6:45 ആദ്യം ശ്രീരാമസ്വാമിക്ക് ദീപാരാധന നൽകിയ ശേഷം മുറയായി ശ്രീ പത്മനാഭസ്വാമി, നരസിംഹസ്വാമി, കൃഷ്ണസ്വാമി, ശാസ്താവ്, ക്ഷേത്രപാലൻ, വ്യാസൻ, ഗണപതി എന്നിവർക്ക് ദീപാരാധന നൽകും. അനന്തരം അർദ്ധയാമ പൂജയും നിവേദ്യവും. നിവേദ്യത്തിനായി വെള്ളച്ചോറ്, ശർക്കര പായസം, ഒറ്റയട, വത്സൻ, ഉണ്ണിയപ്പം, അവിൽ വിളയിച്ചത്, ചൂടുപാൽ എന്നിവയുണ്ടാകും. നരസിംഹസ്വാമിക്ക് പാനകവും കൂടി കാണും. നിവേദ്യം കഴിഞ്ഞാൽ അർദ്ധയാമ ശീവേലിക്ക് വേണ്ടി 8 മണിക്ക് പുറത്തിറങ്ങും. പത്മനാഭസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെയും ശീവേലി വിഗ്രഹങ്ങൾ ശിരസിലെന്തി കിഴക്കേ നടയിലെത്തി കിഴക്കഭിമുഖമായി നിന്ന് പെരിയനമ്പി ഇരുവർക്കും ദീപാരാധന നടത്തി വാദ്യമേളങ്ങളോടുകൂടി പ്രദക്ഷിണമായി പടിഞ്ഞാറേ നടയിലെത്തുമ്പോൾ ശ്രീകൃഷ്ണസ്വാമിയും കൂടി ചേരുന്നു. ഇവിടെ വെച്ച് 3 പേർക്കും പത്മനാഭസ്വാമി, നരസിംഹസ്വാമി, കൃഷ്ണസ്വാമി എന്നീ മുറയ്ക്ക് ദീപാരാധന നൽകി 3 പ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കേ നടവഴി കൃഷ്ണസ്വാമിയും കിഴക്കേ നടവഴി പത്മനാഭസ്വാമിയും നരസിംഹസ്വാമിയും തിരിച്ചു കയറും. അകത്തു കയറിക്കഴിഞ്ഞാൽ ആദ്യം ശ്രീകൃഷ്ണസ്വാമിക്കും നരസിംഹസ്വാമിക്കും പിന്നെ പത്മനാഭസ്വാമിക്കും ദീപാരാധന നൽകി യോഗത്ത് പോട്ടിമാരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നീലാംബരി രാഗത്തോടു കൂടിയുള്ള നാദസ്വരവാദനത്തിന് ശേഷം തിരുനടയടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ കൂട്ടം ആചാരപ്രകാരം പ്രതിനിധിയെ ഏൽപ്പിക്കുന്നു. അവർ അത് ക്ഷേത്രക്കുറുപ്പിന് കൈമാറും. നമ്പിമാർ മഠത്തിലേക്ക് മടങ്ങും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജാവിധികൾ ഇങ്ങനെയാകുന്നു.